റോട്ടറി ക്ലബ്ബ് ഓഫ് ചേർത്തലയുടെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. അത് പാട്ടിൽ മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിലും അതൊരു ഭാഗമാണ്. നിങ്ങളെല്ലാം ചിരിക്കുമ്പോൾ ആ ചിരിക്കാൻ സാധിക്കുന്നത് നമ്മുടെ അച്ഛനമ്മ നമുക്ക് തന്ന ജീവിതമാണ്. നമുക്ക് വേണമെങ്കിൽ ആർട്ടിസ്റ്റുമാരും, പക്ഷെ മനസ്സറിഞ്ഞ് ചിരിക്കണമെങ്കിൽ അത് ജീവിതത്തിന് മതിയാവും. ഞാൻ പറയാൻ കാരണം, സമയം കണ്ട് ബിസിനസിന്റെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന സമയമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് റോട്ടറി ക്ലബ്ബിനെ ഇറങ്ങുമ്പോഴേ അവിടെയൊക്കെ ശരീരത്തിൽ ഇത്തരം ജീവിതങ്ങളുണ്ട്. അതായത് സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാനും സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരു തലമുറയില്ലാതെ പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കണമെങ്കിൽ ആ ജീവിതം എവിടെ നിന്ന് വന്നത്? കഴിഞ്ഞ 46 വർഷക്കാലമായി ചേർത്തലയുടെ സാമൂഹ്യ സേവന മണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച റോട്ടറി ക്ലബ്ബ് ഓഫ് ചേർത്തലയുടെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. സാംസൺ ജേക്കബ് പ്രസിഡന്റായും മെജോ ഫ്രാൻസിസ് സെക്രട്ടറിയായും അജീഷ് ഗോപിനാഥ് ട്രഷറർ ആയുമുള്ള കമ്മിറ്റിയാണ് സ്ഥാനമേറ്റെടുത്തത്. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ടീന ആന്റണി നിർവഹിച്ചു. നിർധന കുടുംബത്തിന് വീട് വെച്ച് നൽകുന്ന അഭയ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യാതിഥി ഡോക്ടർ VP ഗംഗാധരനും ഡോക്ടർ ചിത്രധാര ഗംഗാധരനും ചേർന്ന് നിർവഹിച്ചു. ചേർത്തല നഗരസഭാധ്യക്ഷ ഷേർലി ഭാർഗവൻ, നിഷ ജോസ് കെ മാണി, ജോൺ സി നേരോത്ത്, ഡോക്ടർ ബിജു മലാരി, ഡോക്ടർ ഷൈലമ്മ, ശിവൻകുട്ടി നായർ, ഡോക്ടർ ലിജ് ജോസഫ്, അനുഷ് നാസർ, ഡോക്ടർ ശ്രീദേവൻ, വിജിത് വിശ്വംബരൻ, സുബൈർ ഷംസ് എന്നിവർ പങ്കെടുത്തു. സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവും വിദ്യാഭ്യാസവും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് അവർക്കൊരു കൈത്താങ്ങായി നിലകൊള്ളുമ്പോഴാണ് ആ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി ചരിത്രത്തിൽ നിലകൊള്ളുന്നത്. ആ അർത്ഥത്തിൽ കഴിഞ്ഞ 46 വർഷക്കാലമായി ചേർത്തലയുടെ സാമൂഹിക സേവന മണ്ഡലങ്ങളിൽ സ്വന്തം വ്യക്തിമുദ്ര പദ്ധതി പ്രസ്ഥാനത്തിന്റെ പുതുവർഷത്തിൽ ഒരു കൂട്ടം പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ കാലം കുറിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ വർഷത്തെ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ടീന ആന്റണി ഈ ശാക്തീകരണത്തിന് മുഖ്യമന്ത്രി നൽകിക്കൊണ്ട് വ്യത്യസ്തമായ പരിപാടികളും പ്രവർത്തനങ്ങളുമാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ദൈനംദിന ജീവിതത്തിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഗോകുളന്റെ പേര് ശരിക്കും പുരോഗതിയായി മാറുവാനാണ് ഞങ്ങളുടെ ഗവർണർ ആഗ്രഹിക്കുന്നത്. ആശ, അഭയ, നിർമ്മല, വിദ്യ, ശ്രേയ തുടങ്ങിയ പ്രോജക്റ്റുകൾ സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നവയാണ്. സ്വാഭാവികമായി ഇത് മുൻനിർത്തിക്കൊണ്ട് ചേർത്തല പ്രദേശത്താകുവാനും വിവിധ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ അടുത്ത വർഷം നമ്മൾ ആലോചിക്കുന്ന ചില പ്രോജക്റ്റുകൾ മാത്രം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം.